ഈ ലാപ്പിന് മുന്നിലിരിക്കുന്ന ആളാണ് ടോണി. ആളൊരു എഞ്ചിനീയറാണ്, പക്ഷെ ആൾക്ക് ഇതിലൊന്നുമല്ല താല്പര്യം. ഒരു ബോഡി ബിൽഡർ ആകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ജോലിക്കാര്യത്തെക്കാൾ കൂടുതൽ ബോഡി ബിൽഡിംഗ് ശ്രദ്ധിക്കുന്ന ഇദ്ദേഹം ഇതിനുവേണ്ടി ഒരുപാട് നേരം ചെലവഴിക്കുന്നുണ്ട്. ടോണിയെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് വിജയ്. കണ്ടാൽ തോന്നുന്ന നാട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണെന്ന്. ശരിക്കും അതല്ല കേട്ടോ. ഒരുപാട് പെൺകുട്ടികളുടെ നമ്പറുണ്ട്. അവരെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുകയാണ് ഇവന്റെ സ്ഥിരം ഹോബി. ഡ്രൈവർ രാജീവ്. ജോലി കഴിഞ്ഞാൽ ഫുൾ ടൈം ഉറക്കമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീട്ടുകാരെ കുറിച്ച് കുറച്ചെങ്കിലും ചിന്തയുള്ള ഒരാൾ ഇദ്ദേഹം മാത്രമാണ്. ഇത് കൂടാതെ ഒരാൾ കൂടിയുണ്ട് ഇവിടെ. എന്റെ അമ്മച്ചി സ്വപ്നമായിരുന്നോ? അല്ലെങ്കിൽ ഇതൊക്കെ സ്വപ്നത്തിൽ നടക്കൂ. ഇവനാണ് ആൻ്റപ്പൻ. പൊതുവെ ശരീരവൽപ്പം കുറവായതുകൊണ്ട് ആരും ഇവന്റെ വാക്കുകൾ വിലകൽപ്പിക്കാറില്ല. ഇവനോ എത്രയും പെട്ടെന്ന് വലിയ ഒരാളാകണമെന്ന് സ്വപ്നം കണ്ട് നടക്കുകയാണ്. ഞാൻ കുളിച്ചാ മതി. നിനക്ക് ഇത്ര നേരമായിട്ട് കുളിക്കാൻ സമയം ഉണ്ടായില്ലേ? എപ്പോ കുളിക്കണം, എങ്ങനെ കുളിക്കണം ഞാൻ തീരുമാനിച്ചോളട്ടോ. മാറി നിക്കട ചെക്ക. അയ്യോ മാട ചെക്ക. ഒരു എഞ്ചിനീയർ കമ്പനി വന്നില്ല, കമ്പനിക്ക് നഷ്ടമില്ല. പക്ഷെ ടെക്നീഷ്യൻ കമ്പനി വന്നില്ല, കമ്പനിക്ക് നഷ്ട. അത് ഞാൻ സഹിച്ച്. ഇത് തന്നെയാണോ പണി? എവനും എന്നെ കുളിയും തന്നെയൊന്നും ഇല്ലല്ലോ. അവന്റെ മുടി കിട്ടിയത് അടുത്ത ക്രിസ്മസിന് പുഴുക്കൂറുണ്ടാക്കായിരുന്നു. നോക്കി ആ ചെറുക്കൻ നല്ല കഴിപ്പോടെ അവിടെ നിന്ന് കഴിക്കട്ടെ, നന്നാട്ടെ. മതി വാടാ, സമയായി പോവാം. എന്തെങ്കിലൊക്കെ മേടിച്ച് കഴിക്കേ, ഇങ്ങോട്ട് പോരട്ടെ. ഇങ്ങോട്ട് കണ്ടില്ല ഏട്ടാ, എല്ലാരും എന്നെ കളിയാക്കുക. ഇന്നു മുതൽ ഞാനും ജിമ്മിൽ പോകാൻ പോവാ. നിനക്കൊന്നും വേറെ പണിയില്ല ചെക്ക. അതല്ല ഏട്ടാ, ശരീരവൽപ്പുള്ളവർക്ക് ഇവിടെ ഒരു വിലയുള്ളൂ, അതാ. അതെ, ഇന്നോട്ട് ഞാൻ നിങ്ങളൊപ്പം ജിമ്മിൽ വരുന്നുണ്ട്. എന്ത് മനസ്സിലായില്ല? അല്ല, ഇന്നു മുതൽ ഞാനും ജിമ്മിലായിട്ടുണ്ടെന്ന്. എന്താണ് അത്ര ചിരിക്കാൻ? എന്തിനാ എന്നെ ജിമ്മിലെടുക്കൂലേ? പോര്.
ആശാനെ 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 അയ്യോ ബെസ്റ്റ് ആശാൻ. ആശാനെ ഇന്ന് മുതൽ ഇവനും കൂടി ഉണ്ട് ആശാന്റെ ശിഷ്യനായി. പേര് ആൻ്റപ്പൻ. അതിനെന്താ പോന്നോട്ടെ. ആശാനെന്നാ ഞങ്ങൾ തുടങ്ങട്ടെ. ഓ ആശാനെ ആശാനെ ഈ ശരീരത്തിൽ വല്ലതും നടക്കൂ? മോനെ ആൻ്റപ്പാ, നീ ഒരു ജിമ്മനാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നീ അതായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അതാക്കിയിരിക്കും. ഇതൊരു സിനിമയിലെ ഡയലോഗല്ലേ? വാ, പിന്നെ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. എൻ്റെ അമ്മ, ഞാൻ എന്നാണ് ഇതുപോലെയൊക്കെ ആവണത്? പുഷപ്പെടുക്ക്. എൻ്റെ അമ്മേ. ഒറ്റ ദിവസം ജിമ്മാവുന്ന അവന്റെ വിചാരം. അതെ, ഞാൻ നിന്നെ പോലെ ജിമ്മ് മാത്രം ശരണം വെച്ച് കിടക്കുന്ന ആളല്ല. നിന്റെ അച്ഛനൊരാൾ ഇവിടെ ഉണ്ടല്ലോ, നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? വേണ്ടായിരുന്നു. അത് ശരിയാണല്ലോ, നിന്റെ അപ്പച്ചനെ ഇതുവരെ പോയി കണ്ടില്ല നീ? നിനക്കറിയാലോടാ, അങ്ങേരി ഓയിൽ കമ്പനിയിലെ സൂപ്പർവൈസറാ. പോരാത്തതിന് മുടിഞ്ഞ് തിരക്കും. ഇതിനിടയിൽ ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാ. എൻ്റെ അമ്മ, ഇതാരാ? എൻ്റെ കാല് ഭൂമിയിലും തല ചന്ദ്രനിലുമാണല്ലോ. ആൻ്റപ്പനോടെ? അവൻ താഴെ ഒരാളെ താങ്ങി പിടിച്ചോണ്ട് ഇപ്പോണ്ടായിരുന്നു. എന്നെ വിളിച്ച്, ഞാനൊന്നും പോയില്ല. എങ്ങനെയെങ്കിലും പോട്ട്. ഏയ് നിക്ക് നിക്ക്, എങ്ങോട്ടാ? ഇയാളൊന്നും ഇവിടെ കയറ്റാൻ പറ്റില്ല. ചേട്ടാ പ്ലീസ്, ആള് കുറച്ച് സമയം എൻ്റെ റൂമിൽ ഇരിക്കട്ടെ. അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. ഓക്കെ, എങ്കിൽ ശിവരാജ് ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായോ മോനെ? അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചനെ ഓർത്തു പോയി, അതാ. എന്തേ? ഞാൻ നേരത്തെ പറഞ്ഞ ആളല്ലേ, അയാളെ കൊണ്ട് അവൻ റൂമിൽ വന്നിട്ടുണ്ട്. അപ്പച്ചാ. അപ്പച്ചനോ? ഇതോ? അവന് ഞാൻ അപ്പച്ചനാണെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. വെറും സാധാ സ്റ്റാഫായ ഞാൻ ജോലിയോ സ്ഥാനമോ ഒന്നും വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. പക്ഷേ വീട്ടിലേക്ക് എപ്പോഴും കാശ് വെച്ച് കൊടുത്തു. ഞാൻ അവനെ പഠിപ്പിച്ചു, എഞ്ചിനീയറിംഗ് ആക്കി. അവൻ്റെ താഴെയുള്ളതിനെ കെട്ടിച്ചു. എല്ലാം കഴിഞ്ഞ് മകൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഞാൻ സന്തോഷിച്ചു. പക്ഷേ അവൻ ആദ്യം വന്നെന്നെ കണ്ടപ്പോൾ എൻ്റെ ജോലി അവൻ്റെ ഒരു കുറച്ചിലാണെന്നും കൂട്ടുകാരുടെ മുമ്പിൽ നാണക്കേടാണെന്നും പറഞ്ഞ് അതുകൊണ്ട്
ഞാൻ ഒരു സൂപ്പർവൈസറാണെന്നും അവൻ എല്ലാവരോടും കള്ളം പറഞ്ഞു. നിങ്ങൾ നടന്നു വരുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇവൻ കാണാതിരിക്കാനാണ് ഞാൻ വിളിച്ചിരുന്നത്. സ്വന്തം മകനെ വിളിച്ചിരുന്ന് കാണാൻ അവൻ്റെ സ്നേഹം കിട്ടാതെ പോയ ഒരു നിർഭാഗ്യവനായ അച്ഛനാണ് ഞാൻ. അപ്പച്ചന, ക്ഷമിക്കണമെന്ന് പറയാൻ പോലുള്ള അർഹത എനിക്കില്ല. മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. വഴിയിൽ വീണ എന്നെ സഹായിച്ച നിന്റെ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും. അതപ്പ പൊറുക്കട എന്നോട്. നിന്റെ വലിയ മനസ്സിന്റെ ചെറിയൊരു അംശം പോലും എനിക്കില്ലാതെ പോയി. ഇനി മുതൽ അമ്മച്ചി വിളിക്കുമ്പോൾ മകനെ എപ്പോഴും കാണാറുണ്ടെന്ന് ഞാൻ സന്തോഷത്തോടു കൂടി പറയും. രാജീവേട്ടാ, ഇത് എൻ്റെ അപ്പച്ചനാ. അതെനിക്കറിയാം ടോണി. കാര്യം നീ എന്നോട് സംസാരിക്കാറില്ലെങ്കിലും നിന്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിന്റെ അപ്പച്ചനെ വിളിച്ചറിയിക്കാറുണ്ട്. നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവരുടെ കൂട്ടത്തിലാണല്ലോ എൻ്റെ മോൻ കഴിയുന്നത്. എനിക്ക് സന്തോഷമായി. എന്നാൽ ഞാൻ പോട്ടെ മോനെ. ഇപ്പോൾ ടോണിക്ക് മനസ്സിലായി, ശരീര വലുപ്പമോ സൗന്ദര്യമോ ഒന്നുമല്ല, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും എളിമയും ഉള്ളവർക്ക് ലോകത്തിൽ വിജയിക്കാനാവുകയുള്ളൂ എന്ന്.